ഹലോ. ഞങ്ങൾ കോഴിക്കോടുകാർക്ക് ഈ ഉത്സവകാലം എന്ന് പറഞ്ഞത് നവംബർ മാസത്തിലെ വാവുത്സവത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഉത്സവം തുടങ്ങുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മണ്ഡലകാലം. പിന്നെ മണ്ഡലകാലത്തിൽ കർപ്പൂരാഴി അങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടി, പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ്, അങ്ങനെ ഉത്സവങ്ങൾ. അത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് പിന്നെ ഞങ്ങളുടെ ശരിക്കും ഉത്സവങ്ങൾ തുടങ്ങുന്നത്. ശരിക്കും ഉത്സവങ്ങളെന്ന് പറയുമ്പോൾ ഈ ദേശക്കാവുകളും പിന്നെ വീട്ടുകാവുകളും അമ്പലങ്ങളിലുപരി ഇവിടെ കാവുകൾക്കാണ് പ്രാധാന്യം കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ പ്രദേശത്തും ഒരുപാട് കാവുകളുണ്ടാകും. അതിനുള്ള കാരണം ഇത് തന്നെയാണ്. ദേശക്കാവുകളുണ്ടാകും, വീട്ടുകാവുകളുണ്ടാകും. അവിടെ എല്ലാ ഉത്സവങ്ങളും നടക്കും. അവിടെ എല്ലാം നടക്കുന്നത് തിറയാട്ടങ്ങളാണ്. അതായത് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും, കണ്ണൂർ ഭാഗത്തേക്കെല്ലാം തെയ്യങ്ങളെന്ന് പറയും. പക്ഷെ അതിലുപരി ഇവിടേക്ക് പറയുക തിറയാട്ടങ്ങളെന്ന്. ഈ തിറയാട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നാഗകാളി, ഭഗവതി, ഗുളികൻതിറ, കരിങ്കുട്ടി, ചാത്തൻ, ഹനുമാൻ തിറ, അങ്ങനെ ഒട്ടനവധി തിറകളുണ്ടാകും. ഈ തിറകൾക്കുപരി ഇത് നടത്തുന്ന സമയത്ത് തന്നെ മുമ്പായിട്ട് ഇതിൻ്റെ എല്ലാ വെള്ളാട്ടുകളുണ്ടായിരിക്കും. തിറയിൽ നമ്മൾ ഒത്തിരി ഭാഗങ്ങളെല്ലാം ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുണ്ടെങ്കിൽ കൂടി ഏറ്റവും കൂടുതലും ഓരോ മൈന്യൂട്ട് കാര്യങ്ങൾ എടുത്തു കാണിക്കുക ഇതിൻ്റെ എല്ലാം വെള്ളാട്ടുകൾക്കാണ്. അതായത് ഇന്ന് ഉത്സവം നടക്കുകയാണെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോട് കൂടി തിറകളുടെ വെള്ളയാട്ടങ്ങൾ തുടങ്ങും. അത് കഴിഞ്ഞ് രാത്രിയിലേക്കായിരിക്കും മഞ്ഞത്താലിപ്പലികൾ കഴിഞ്ഞിട്ടായിരിക്കും ഈ ഉത്സവത്തിൽ ഏറ്റവും കൂടുതൽ തിറയാട്ടങ്ങൾ നടക്കുന്നത്. ഇത് 2026 ഞാൻ പോയിട്ടുള്ള ഫസ്റ്റ് ഉത്സവമാണ് തച്ചമ്പലം. അവിടെ ഞങ്ങൾ ചെല്ലുമ്പം തന്നെ വെള്ളാട്ടുകളായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പിന്നെ പ്രദേശവാസികൾക്കുണ്ടായിരുന്ന ഒരുപാട് ഡാൻസ് രൂപങ്ങളുണ്ടായിരുന്നു. അവരുടെ കലാപരിപാടികൾ, കൈകൊട്ടിക്കളി, ഡാൻസ്, ഇതെല്ലാം തിറയാട്ടത്തിന് ഉപയോഗിക്കുന്ന മുടിയെന്ന് പറയും. പിന്നെ മുടിപ്പൂരം, പന്തം അങ്ങനെയുള്ള ഓരോ സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഓരോരോ കളിക്കോപ്പുകളാണിതെല്ലാം. ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നതാണ് ഗുളികൻതിറ. ഗുളികൻതിറ അങ്ങനെ ഒത്തിരി തിറകൾ ഇവിടെ നടത്തുന്നുണ്ട്. അതിലുപരി ഞങ്ങൾ ചെന്ന സമയത്ത് കളിച്ചുകൊണ്ടിരുന്നതായിരുന്നു ഓടക്കാളി. അത് കുറച്ച് ഭാഗമേ കാണാൻ പറ്റിയിട്ടുള്ളായിരുന്നു. പിന്നീട് കാണാൻ കഴിഞ്ഞത് നാഗകാളിത്തിറയാണ്. നാഗകാളിത്തിറ ആകുമ്പം അണിയറയിൽ ഇവർക്കെല്ലാം ഡ്രസ്സ് മാറുന്നതിനായിട്ടും കാര്യത്തിന്, അതായത് ഈ വരയ്ക്ക് വേണ്ടിയിട്ടും ഡ്രസ്സുകൾ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു അണിയറ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അവിടെയാണ് ഈ തിറയാട്ടത്തിന് ആളുകൾ വന്ന് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവിടെ നിന്ന് ഉത്സവത്തിൻ്റെ ഏത് സ്ഥലത്താണോ ഉത്സവം നടക്കുന്നത് അവിടുത്തെ അവകാശികൾ വന്ന് ഈ തിറയെ എഴുന്നള്ളിച്ച് കൊണ്ടുപോകണം. ഇതിന് വേണ്ടിയിട്ട് അവർ കൊണ്ടുവരും. അത് ഓരോ ദേശത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടതിൽ ബേപ്പൂർ ഈ ഭാഗത്തേക്കുള്ള ഉത്സവങ്ങൾക്കെല്ലാം ഇങ്ങനെ തന്നെയാണ്. അണിയറയിൽ വന്നിട്ട് അവർ ചെണ്ടവാദ്യത്തോടു കൂടി അവരെ എഴുന്നള്ളത്തി കൊണ്ടുപോകും. എന്നിട്ട് അമ്പലത്തിൽ 3 പ്രദക്ഷിണം വെച്ചതിന് ശേഷം മാത്രമാണ് ഇവരിവിടെ തിറയായിട്ട് ആരംഭിക്കുന്നത്. കാരണം അതെന്താണെന്ന് വെച്ചാൽ ഈ കെട്ടുന്ന തിറകൾക്കെല്ലാം തന്നെ അമ്പലത്തിൽ അവിടെ പൂജയും കാര്യങ്ങളും നടത്തുന്ന കല്ലും തിറകളുണ്ടാകും. അതിൽ പോയി അവരതിനെ നമസ്കരിച്ച് അരിയും പൂവും എറിഞ്ഞതിന് ശേഷം മാത്രമാണ് അവർ ഈ ഉത്സവത്തിന് കളിക്കാനിറങ്ങുന്നത്. അത്തരത്തിൽ ഞങ്ങൾ കണ്ടത്. എനിക്കിത് കാണുമ്പോൾ മനസ്സിലാവും. എനിക്കറിയില്ല ഇത് എവിടേക്കുള്ള ആളുകൾ കാണുന്നുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഇത് കാണുമ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ ദേശത്ത് നടക്കുന്ന ഉത്സവത്തിൻ്റെ വരയും ഞങ്ങളുടെ കോഴിക്കോട് മലബാർ ഈ ഭാഗത്തോട്ട് നടക്കുന്നതിനും അത് ഓരോ തിറയ്ക്കനുസരിച്ചിട്ട് അതിൽ വ്യത്യാസങ്ങളുണ്ടായിരിക്കും. ഇത് നാഗകളിയാണ്. അപ്പോൾ നാഗകാളിക്ക് തന്നെ അത് വരയ്ക്കുന്നതിനും വ്യത്യാസമുണ്ടാവും. ഓരോ പ്രദേശത്തും ഉണ്ടാകുന്ന ഉത്സവത്തിൽ ഓരോ ആളുകളാണ് വന്നിട്ട് ഇത് കെട്ടുന്നത്, ഈ തിറയരൂപം കെട്ടിയാടുന്നത്. അപ്പോൾ അവർക്കനുസരിച്ചിട്ട് അതിൻ്റെ വരയിലും വ്യത്യാസങ്ങളുണ്ടാകും, ആഭരണത്തിലും അവർ കെട്ടുന്ന രീതിയിലും വ്യത്യാസങ്ങളുണ്ടാകും. പക്ഷെ ഓൾമോസ്റ്റ് നാഗകളിക്ക് ഇതുപോലെ തന്നെ ഈ നാഗത്തിൻ്റെ ഇത് എല്ലാത്തിലും ഓൾമോസ്റ്റ് ഒരേപോലൊക്കെ തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇത് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ നാഗകളിയുടെ നമ്മുടെ ഏകദേശമൊക്കെ ചില ആളുകൾ കെട്ടുന്നത് ഈ തെയ്യത്തിൻ്റെ വരയ്ക്കുന്ന രീതിയിലുള്ള വരകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ വേറെ ആളുകൾ പൊതുവെ ആളുകൾ കെട്ടുമ്പോൾ ഈ തെയ്യത്തിൻ്റെ മാറിയിട്ട് അതിന് പകരം ചുവപ്പ് കളർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ചുവപ്പും കറുപ്പും വെള്ളയും അത് ഓരോ ഇതനുസരിച്ചിരിക്കും. നാഗക്കാളി, മണിനാഗം, കരിനാഗം അങ്ങനെയുള്ള ഓരോ പേരനുസരിച്ചിട്ട് അതാത് കാവുകളിൽ ഏത്
ദൈവത്തിനെയാണോ കെട്ടിയാടുന്നത് അതിനനുസരിച്ചിട്ട് അതിൻ്റെ രൂപത്തിലും ഭാവത്തിലും എല്ലാം വ്യത്യാസമുണ്ട്. പറയുന്ന ഈ വെക്കുന്നവരെ മുടിയിൽ വരെ കളറിൽ വ്യത്യാസമുണ്ട്. ഓടക്കാളിയൊക്കെ ആണെങ്കിൽ നീല കളറ്, അതുപോലെ മുത്തപ്പനൊക്കെ ആണെങ്കിൽ വെള്ള, അങ്ങനെ ഓരോന്നിനും ഓരോ രീതിയിലുള്ള മുടികളായിരിക്കും ഉണ്ടാവുക. പിന്നെ ഇത് ശരിക്കും ഒരു നാഗത്തിനെ പോലെ തന്നെ. നമുക്കിതിൻ്റെ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ ഈ ചെണ്ടമേളത്തിനനുസരിച്ചിട്ട് അവരുടെ ചുവടുകൾ വെക്കുന്നത് കാണുമ്പോൾ അത് വളരെ ഭംഗിയായിരിക്കും കാണാൻ. ഇത് എത്ര പേര് കണ്ടിട്ടുണ്ടെന്നുണ്ട് എനിക്കറിയില്ല. എല്ലാത്തിലും അവർ അതത്ര മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കും, അവരുപയോഗിക്കുന്നു. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഈ ബേപ്പൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെയെല്ലാം ഈ തിറയാട്ടങ്ങൾ നടക്കുന്ന സമയത്ത് ഇവർ ഈ ഞാൻ പറഞ്ഞല്ലോ അണിയറയിൽ നിന്ന് അവരെ ആനയിച്ച് കൊണ്ടുവരുന്ന സമയത്ത് അവരെ കഴുത്തിലെല്ലാം പൂമാല ഇട്ട് കൊടുക്കും. പൂമാല ഇട്ട് കൊടുക്കും. പക്ഷേ ഞങ്ങളുടെ ഈ നാട്ടിലേക്ക് കുറച്ചും കൂടെ ഇങ്ങോട്ട് ഭാഗത്തേക്ക് വരുമ്പോൾ, അതായത് എൻ്റെയൊക്കെ വീടിൻ്റെ ആ ഭാഗത്തേക്കല്ലേ കുറച്ചുകൂടി ഈ യൂണിവേഴ്സിറ്റി അങ്ങനെയുള്ള കുറേ ഭാഗങ്ങളിലേക്കൊക്കെ വരുന്ന സമയത്ത് ഈ പൂമാല ഇടുന്ന പരിപാടിയില്ല. അവർ അണിയറയിൽ നിന്ന് കെട്ടിയിട്ട് എങ്ങനെയാണോ വരുന്നത് ആ രീതിയിലാണ്. അവർക്ക് പ്രത്യേകമായിട്ടുള്ള പൂജകളും കാര്യങ്ങളും അവർക്ക് ഉണ്ടാകും. പിന്നെ അവർ അരിയും പൂവറിയുന്നത് അതൊക്കെ ഒരേപോലെയൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ കളിയിലും വ്യത്യാസം ഉണ്ടാവും. ഇത് ഓരോ കെട്ടിയാടലുകളും ഓരോ കഥകൾ പറയും. ആ കഥകൾക്കനുസരിച്ചിട്ട് ഓരോ ടീമിനും ഓരോ രീതിയിലായിരിക്കും അവരുടെ അവതരണ രീതികളും വരുന്നത്. ചില ദേശത്തുള്ള ആളുകൾ, ചില ടീമിലുള്ള ആളുകൾ കെട്ടിയാടുന്നത് വളരെ അഗ്രസീവായിട്ടുള്ള രീതിയിലായിരിക്കും ചില തറകളൊക്കെ കളിക്കുക. ചിലർ അത്ര അഗ്രസീവ് അല്ലാത്ത രീതിയിൽ തറകൾ കളിക്കുന്നതുണ്ട്. ഇതിലേക്ക് കൂടുതൽ വീഡിയോസുകൾ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, ഓരോരോ ദേശത്ത് ഞാൻ പോയി കാണുന്നത്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും ഓരോരോ. കാരണം ഒരേപോലെയല്ല. കാരണം നമ്മൾ ഞാൻ കഴിഞ്ഞ വർഷത്തിൽ 2025 ഓൾമോസ്റ്റ് ഒരുപാട് കാവുകൾ പോയിട്ടുണ്ടായിരുന്നു ഉത്സവം കാണാനായിട്ട്. പക്ഷെ അന്ന് പിന്നെ എനിക്ക് യൂട്യൂബ് ചാനലോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ പോയി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓരോ ദേശത്തിലും ഓരോ കാവുകളിലും അവരുടേതായ ദൈവങ്ങൾക്ക് അതിൻ്റേതായ കറക്റ്റ് നമുക്ക് തോന്നും. നമുക്കവിടെ ചെല്ലുമ്പോൾ നമ്മളിങ്ങനെ ഫീൽ ചെയ്യും, ഇവരിത് വരച്ചു ഇവരിത് ചെയ്തു വരുന്ന സമയത്ത് ശരിക്കും നമുക്ക് ആ രൂപ ഫേസിൽ കാണാൻ പറ്റും. ഇവരുടെ ഈ അവതരണങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് പാട്ട് പാടും. അതായത് തുടികൊട്ടി പാട്ട് പാടിയവരോട് നിർത്തും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവർ ഈ ഇത് നിർത്തി പോകുന്നത്. കണ്ട, ഇത് പീഠത്തിൽ കയറട്ടെ. ഈ നാഗകാളിയും ഭഗവതി തുറയാണ് ഏറ്റവും കൂടുതൽ പീഠത്തിൽ കയറി കളിക്കുന്നത്. ഇതിൽ ഭഗവതി തുറ ഞാൻ പറഞ്ഞിട്ടില്ല, കാണിച്ചു തരണ്ട്. ഇനി പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിലേക്ക് ഞാനത് ക്ലിയർ ചെയ്ത് കൊണ്ടുവരുന്നതായിരിക്കും. നിങ്ങളുടെ നാട്ടിലേക്ക് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ കണ്ടിട്ട്. കാരണം എനിക്കറിയില്ല. കാരണം നമ്മുടെ നാട്ടിലുള്ള വെറൈറ്റികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഏതൊക്കെ രീതിയിൽ ഓരോ ടീമിൽ വരുന്ന വസ്ത്രധാരണയിൽ അവരുടെ ചുവടിൽ വരുന്ന വ്യത്യാസം. ചെണ്ട കൊട്ട് ഓൾമോസ്റ്റ് ഒന്നാമത് അസുരവാദ്യമായ ചെണ്ടയുടെ കൊട്ട് തന്നെ നമുക്ക് വളരെ പൊതുവെ എല്ലാവർക്കും താല്പര്യമുള്ളൊരു കാര്യമാണ്. അത് ഇതിനനുസരിച്ചിട്ട് ഈ ചെണ്ടയുടെ കൊട്ടിനനുസരിച്ചാണ് അവർ താളം ചവിട്ടുന്നതും പിടിക്കുന്നതും. ഇതൊക്കെ ഒരുപാട് കാലത്തെ അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ചവിട്ട് ഏകദേശമൊക്കെ ഒരുപോലെ ആണെങ്കിൽ പോലും ചിലതിലൊക്കെ മാറ്റങ്ങൾ വരും. കാരണം എല്ലാവരും ഇപ്പോൾ ഒരേ ടീം തന്നെ ഇത് കളിക്കണം എന്നില്ല. ഓരോ ടീമിനനുസരിച്ച് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. അപ്പം അതനുസരിച്ച് അവരുടെ കളിയിൽ വ്യത്യാസങ്ങൾ വരും. പക്ഷെ എന്നാലും കണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. കാരണം നമുക്കിവർ ഇത്രയും ഈ ആഭരണങ്ങളും നല്ല ഭംഗിയിൽ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് വന്ന് കളിക്കുന്ന കാണുമ്പോൾ, കാരണം ഇത്രയും ഈ മുടി എന്ന് പറഞ്ഞ സംഭവം ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ, കുരുത്തോല കൊണ്ട് ഉണ്ടാക്കി വെക്കുന്നതൊക്കെ. അതൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല വെയിറ്റുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ വെച്ചിട്ട് ആണ് ഇവരിത് ഈ തലയുടെ അവസാനത്തിൽ അവരതൊക്കെ വെച്ചിട്ട് തലയിൽ വെച്ചിട്ട് കളിക്കും. ഇതൊക്കെ പക്ഷെ എനിക്ക് ഒത്തിരി സമയം അവിടെ അങ്ങനെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് പോകുന്നിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ ഓൾമോസ്റ്റ് നല്ല വീഡിയോസും നല്ല ഷോട്ടുകളും ഞാൻ അതിൽ ആഡാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ള ഉത്സവങ്ങൾ എങ്ങനെയാണ്? നിങ്ങൾ പോയി കാണണം കേട്ടോ. കാരണം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാണണം. നമ്മുടെ നാട്ടിൻപുറത്ത് ഓരോ ഉത്സവങ്ങൾ വരുമ്പോൾ ഒരു വർഷം നടത്തുന്നതിനേക്കാൾ അപ്പോൾ അടുത്ത വർഷം പോയി കാണുമ്പോൾ നമുക്ക് ശരിക്കും അതിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലാവും. നമ്മളിത് കണ്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഇതാണ്, ഇതിൽ ഇന്ന വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാളും. അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം കളിച്ച ടീം എങ്ങനെയായിരുന്നു കളിച്ചത്, അവരിങ്ങനെയല്ലല്ലോ. പിന്നെ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഓരോ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ വീട്ടുകാവിൻ്റെ ദേശക്കാവ് എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ എല്ലാ ദേശക്കാവ് എന്ന് പറയുന്നതിലുപരി അത് ദേശക്കാവാണെങ്കിൽ കൂടി ചില കുടുംബക്കാവ് കൂടി ഉള്ളതും ദേശക്കാവായിട്ട് കാണുന്നുണ്ട്. പിന്നെ ചിലരുടെ വീടുകളിൽ കാവുകളുണ്ടാവും, അത് വീട്ടുകാവുകളായിട്ട്.
ആ കാവുകളിൽ നടത്തുമ്പോൾ അവർക്ക് അതിൻ്റേതായ രീതിയിൽ വ്രതാനുഷ്ഠാനങ്ങളും താലപ്പൊലികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മഞ്ഞത്താലപ്പൊലി, അരിത്താലപ്പൊലി, അങ്ങനെ താലപ്പൊലികൾ, ചെണ്ട എഴുന്നള്ളിപ്പ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചടങ്ങുകൾക്ക് ശേഷം മാത്രമേ ഈ പരിപാടി നടത്താറുള്ളൂ. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇപ്പം ഈ കുംഭം, മീനം, മേടം ഈ മാസങ്ങളിലെല്ലാം ഉത്സവകാലമാണ് ഞങ്ങൾക്ക് നാട്ടിൽ. തീരാത്ത അത്ര ഉത്സവങ്ങളുണ്ടാവും ഞങ്ങൾക്കിവിടെ. കാണാറും പോകാറുണ്ട് കേട്ടോ. കാരണം നല്ല രസമാണ്. രാത്രി ചില തിരകളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ലൈറ്റ് ഇങ്ങനെ മങ്ങി മങ്ങി വരുന്നതനുസരിച്ചിട്ട് അവർ വരുന്നത് കാണാനും കളിക്കുന്നതൊക്കെ നല്ല ഭംഗിയായിരിക്കും. കാരണം ഒരു കാര്യം കൂടി നിങ്ങൾ ആലോചിക്കണോ, ചിലതൊക്കെ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഉണ്ടാവും. ഇവരിട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് തന്നെ ഒത്തിരി ഉള്ളിലെല്ലാം നല്ല ഒരുപാട് ഹെവി വെയിറ്റ് സാധനങ്ങളൊക്കെ വെച്ച് അതിൻ്റെ മുകളിലാണ് ഈ സാധനങ്ങളെല്ലാം അവർ കെട്ടി വെക്കുന്നത്. ഇത്ര രീതിയിൽ ഈ വട്ടമൊക്കെ വരുന്നതെന്നുണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഈ ഹെവി വെയിറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവരിങ്ങനെയൊക്കെ കളിക്കുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് അവരോടൊരു ബഹുമാനം തോന്നും. ചില ആളുകൾക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും കാവുകൾ വീണ്ടെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വീട്ടുകാവുകളാണെങ്കിലും ദേശക്കാവുകളാണെങ്കിലും ആളുകൾ ഈ പരിപാടികൾ നടത്താനും ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ പങ്കെടുക്കാനും നാട്ടുകാർക്കും വീട്ടുകാർക്കെല്ലാം നല്ല ഉത്സാഹമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് കാണാനും വരും. ഇപ്പം അതിന് ഒരുപാട് കാര്യങ്ങൾ ഒത്തിരി കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയിരിക്കുന്ന ഉത്സവത്തിനേക്കാൾ കൂടുതൽ ഈ പ്രാവശ്യം ഒരുപാട് സ്ഥലങ്ങളിൽ കഴിഞ്ഞ വർഷം ഇല്ലാതിരുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ പ്രാവശ്യം ഉത്സവങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു സന്തോഷമുള്ള കാര്യമില്ല. രാത്രി കണ്ടോ, ഇത് നാഗകാളിത്തറയ്ക്ക് മാത്രമുള്ളൊരു പ്രത്യേകതയാണ്. അവർ മുട്ട താഴെ വെച്ചിട്ട് ആ മുട്ട അവർ കൊത്തി കൊത്തി എടുക്കും. ഇത് കൊത്തി കൊത്തി എടുക്കുക എന്ന് പറഞ്ഞാൽ കണ്ടോ, അത് കൊത്തിയിട്ട് അവർ തലയിൽ വെച്ചിരിക്കുന്നൊരു കിരീടം കണ്ടില്ലേ, ആ കിരീടം കൊണ്ട് അത് തട്ടി 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 നീക്കി അത് ശരിക്കും ഒരു പാമ്പിനെ പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് അത് കൊത്തി വായിൽ വെച്ചത് വിഴുങ്ങില്ല, അത് പൊട്ടിക്കും. അത് പൊട്ടിച്ചിട്ട് അവർ അതിൻ്റെ ഇത് നമ്മുടെ മുമ്പിൽ നിന്ന് തന്നെ ഒരു തുപ്പും. അത് ശരിക്കും അത്രയും ആ മുട്ട മുഴുവനായിട്ട് വായിലേക്കാക്കിയിട്ട് അവരത് തുപ്പുന്നത്. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. നമുക്കിങ്ങനെ ഒരു കഥ പോലെ ഇങ്ങനെ കണ്ടിരിക്കാം. അറിയുന്നവർ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ അത് ജസ്റ്റ് കണ്ട് പരിചയമുണ്ട്. ഇപ്പോഴത്തെ പിള്ളേർ പറയുമ്പോൾ അങ്ങനെയല്ല. അധികം ഉത്സവങ്ങളിൽ ഇതൊന്നും കാണുന്നവരധികം കുറവായിരിക്കും. എന്നാലും ചുമ്മാ കറങ്ങി നടക്കാൻ പോകുന്നവരൊക്കെ ആയിരിക്കും ഒത്തിരി പേര്. പക്ഷെ നിങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിൽ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ രീതികളും വ്യത്യാസങ്ങളും. ഈ മുട്ട എടുക്കുന്നതൊക്കെ എല്ലാ കാവുകളിലും എല്ലാം ഒരുപോലെ. ചില സ്ഥലത്ത് ഇങ്ങനെ മുട്ട കഴിക്കില്ല, അവരത് തട്ടി തട്ടി തെറിപ്പിച്ച് പോകും. അങ്ങനെയുള്ള ഇതുണ്ടാകും. അത് ഓരോ കാവിൻ്റെ മധ്യമോ ഉത്തമോ അധമോ ഈ ഒരു രീതിയിലുള്ള ഇതിനനുസരിച്ചിട്ട് അതിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇനി ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഇടുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഏതൊക്കെ വ്യത്യസ്തങ്ങളാണ്, എന്തൊക്കെയാണ് രീതികളുള്ളതെന്നൊക്കെ. അപ്പോഴല്ലേ നമുക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നല്ല നല്ല ഇനി അങ്ങോട്ട് ചാനലിൽ എപ്പോഴും അപ്ഡേറ്റായിട്ട് ഇങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കും. പുതിയ പുതിയ തിറയാട്ടങ്ങളുടെയും അവരുടെ അവതരണ രീതികളും അവരുടെ വരയും ചിത്രങ്ങളും എല്ലാം ഞാൻ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. അപ്പോൾ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവരും നിങ്ങളുടെ നാട്ടിലെ എല്ലാവരുടെയും ഉത്സവങ്ങളും പോയിട്ട് കാണാൻ ശ്രമിക്കുക. തെയ്യങ്ങളും നല്ല ഉത്സവങ്ങളിലെ തിറയാട്ടങ്ങളും കലാപരിപാടികളും നിങ്ങളുടെ നാട്ടിലെ പ്രദേശവാസികളുടെ പരിപാടികളെല്ലാം കാണുക, പ്രോത്സാഹിപ്പിക്കുക. പങ്കെടുക്കാൻ പറ്റുന്നവരൊക്കെ പങ്കെടുക്കുക. ഒരു രസമല്ലേ. ഒരു ദേശത്തുള്ള ഒത്തിരി പേര് മാസങ്ങളോളം കാത്തിരുന്നിട്ട് നടക്കുന്നൊരു ഉത്സവം അത്. ഈ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ളത് അടുത്ത വർഷത്തിലാണ്. അപ്പോൾ ആ വർഷം വരെ ഇത് കാത്തിരിക്കുകയാണ് ഇങ്ങനെയൊരു ഉത്സവം വരുന്നതിനും. അതിനുവേണ്ടി വ്രതാനുഷ്ഠാനത്തോടെ മാസങ്ങൾക്ക് മുമ്പേ തുടങ്ങും ഇതിൻ്റെ അലങ്കാരപ്പണികളും കാര്യങ്ങളൊക്കെ ഓരോ കാവുകളുടേത്. ഇതിൻ്റെ മെയിൻ്റെനൻസ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നോട്ടീസ് അടിച്ച് എല്ലാവരിലും എത്തിച്ച് ഇങ്ങനെയൊരു ഉത്സവം കൊണ്ടാടുമ്പോൾ അവർക്കുണ്ടാവും വലിയൊരു സന്തോഷം. അതുപോലെ തന്നെ അത് കാണുമ്പോൾ നമുക്കും ഉണ്ടാവും. ഇത്തരത്തിലുള്ള വീഡിയോസ് ഇനിയും എൻ്റെ ചാനലുകൾ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതന്നെ എനിക്ക് പിന്നെയും പറയാനുള്ളത്. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സീ യു.